ശ്രീ അജിത് വെണ്ണിയൂർ, ഒരു കാലത്ത് എങ്ങനെയാണോ കാശ്മീരിൽ ബലിമൃഗങ്ങളെ പോലെ തീവ്രവാദികളുടെ തോക്കുകൾക്കും കത്തികൾക്കും മുമ്പിൽ അവിടുത്തെ ജനത മഹാഭൂരിപക്ഷം, നിശബ്ദ ഭൂരിപക്ഷം നിസ്സഹായരായി കഴുത്തു കൊടുത്തിരുന്നത്, അത് പിൽക്കാലത്ത് നരേന്ദ്രമോദിയുടെ അതിശക്തമായ നടപടികളെ തുറന്നു. അതുപോലെ തന്നെ അത് ഒരു എല്ലാ സംസ്ഥാനങ്ങളെയും പോലും തുല്യ പദവിയുള്ള ഒന്നാക്കി മാറ്റിയതോടുകൂടി, അതിന് പ്രത്യേക പദവി എന്നുള്ളത് എടുത്തു കളഞ്ഞതോടുകൂടി അവിടുത്തെ ജനങ്ങൾ തന്നെ, ആ നാട്ടിലെ ജനങ്ങൾ തന്നെ ഒറ്റക്കെട്ടായിട്ട് തീവ്രവാദികൾക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിറങ്ങി. ആ ജനാധിപത്യത്തിൻ്റെ ആ സൗന്ദര്യം നമ്മൾ കണ്ടതാണ്. പർദ്ദയിട്ട സ്ത്രീകൾ വരെ ഭീകരവാദികൾ കാശ്മീർ വിടുക, മേക്ക് ടെററിസ്റ്റ് ഗോ എവേ ഫ്രം കാശ്മീർ എന്നുള്ള ഒരു ആശയം ധാരയായി ഉൾക്കൊണ്ടുകൊണ്ട് പഹൽഗാം ആക്രമണത്തിൻ്റെ എതിരെ അവിടെ ഏറ്റവും കൂടുതൽ പ്രതിഷേധിച്ചത് ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെയാണിപ്പോൾ അധികാരത്തിലെത്തി 10 ദിവസം കഴിയുമ്പോൾ അവിടെ ഗുണ്ടകൾക്ക് മുമ്പിൽ കഴുത്തും നീട്ടിക്കൊടുത്ത് ബലിമൃഗങ്ങളെ പോലെ ഇരുന്ന അവിടുത്തെ പാവപ്പെട്ടവരും സാധാരണക്കാരായവരും അവരുടെ അവകാശങ്ങളെപ്പറ്റി ബോധ്യമില്ലാത്തവരുമായിട്ടുള്ള ജനങ്ങൾ ഇപ്പോൾ ഇതാ ഈ ഗുണ്ടകൾക്കെതിരെ ഗവൺമെൻറ്റിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ബീഹാർ, UP ഒക്കെ ഏതാണ്ട് ഗുണ്ടാമുക്തമായി, ഛത്തീസ്ഗഡ് നക്സൽ മുക്തമായി. അതിൻ്റെ ആഘോഷം അമിത്ഷാ തന്നെ അവിടെ പോയി കഴിഞ്ഞ ദിവസം നടത്തി. ഇപ്പോൾ ബംഗാളും ഇതുപോലെ ഗുണ്ടായിസത്തിൻ്റെ, വർഗീയതയുടെ, തെരഞ്ഞെടുപ്പ് അട്ടിമറികളുടെ തലസ്ഥാനമായിരുന്നു, പീഡനങ്ങളുടെയും തലസ്ഥാനമായിരുന്നു. ആ സ്റ്റിഗ്മയിൽ നിന്നും കൂടിയുള്ള ഒരു മോചനം ലഭിക്കുമോ? ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു കാലത്ത് നിശബ്ദരാക്കപ്പെട്ടിരുന്ന ആളുകളുടെ ശബ്ദം നമ്മളിന്ന് അവിടുത്തെ തെരുവീതികളിലെല്ലാം ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഞാനവിടെ പ്രവർത്തിച്ചിരുന്ന കാലത്ത് അവിടെ ഒരു 10-18 ജില്ലകളിൽ പല സമയങ്ങളിലായിട്ട് എനിക്ക് പോകാനുള്ള അവസരം ഉണ്ടായി. അത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ അളവിൽ ഈ അക്രമങ്ങൾ പുറപ്പെട്ട സ്ഥലങ്ങളിൽ, പോളിംഗ് നടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ പോകാൻ അവസരം കിട്ടി. അതുപോലെ ലോക്സഭാ ഇലക്ഷൻ സമയത്തും അവസരം കിട്ടി. അപ്പോഴൊക്കെ നമ്മൾ കണ്ടിരുന്നത് വളരെ ഭയചകിതരായ ആളുകളായിരുന്നു. അവർ വളരെ പേടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പോലും. പലരും പുറത്തിറങ്ങാറില്ല. ഇറങ്ങിയാൽ തന്നെ അവർ തിരിച്ചെത്തുന്നത് വരെ അവർക്ക് ഒരു ഉറപ്പുമില്ല. സ്ഥാനാർത്ഥികൾ പോലും അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ അവർ ഭയക്കുന്നുണ്ടായിരുന്നു. കാരണം അവരെ പോയി ഭീഷണിപ്പെടുത്തുകയാണ്. അവർക്ക് എതിരായിട്ട് വോട്ട് ചെയ്യും എന്നുള്ള ആളുകളെയും എതിരായിട്ട് നിൽക്കാനുള്ള സ്ഥാനാർത്ഥികളെയും ഭയപ്പെടുത്തുക, അവരുടെ വീട് ആക്രമിക്കുക, അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുക, ബലാത്സംഗം ചെയ്യുക, വീട് ആളെ അകത്ത് വെച്ച് തന്നെ വീട് കത്തിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ വളരെ കോമൺ ആയിരുന്നു. അപ്പോൾ ആളുകൾ ഭയന്നാണ് ജീവിച്ചിരുന്നത്. അവിടുത്തെ ഈ TMC ഓഫീസുകൾ എന്ന് പറയുന്നത് പ്രാദേശിക പോലീസ് സ്റ്റേഷനുകളോ അല്ലെങ്കിൽ പ്രാദേശിക സർക്കാർ ഓഫീസുകളായിരുന്നു. അവിടെ പോയി ഒരു സ്ഥലത്ത് ഒരാൾ സ്ഥലം മേടിക്കണമെങ്കിൽ അവിടുത്തെ സ്ഥലത്തെ പാർട്ടി നേതാക്കളെ പോയി കണ്ട് പാർട്ടി ഓഫീസിൽ പോയി അവിടെ അവർക്ക് പൈസ കൊടുത്ത് അപ്രൂവൽ വാങ്ങിച്ചതിന് ശേഷമേ ഒരു സ്ഥലം മേടിക്കാൻ പറ്റൂ. ആ മേടിക്കുന്ന സ്ഥലം ഒരു 50 ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്ന സ്ഥലം അവരുടെ പാർട്ടിക്കോ അല്ലെങ്കിൽ നേതാക്കൾക്കോ ആവശ്യമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ 10 ലക്ഷം രൂപയ്ക്ക് എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് അവർ മേടിക്കും. അങ്ങനത്തെ ഒരുപാട് തരത്തിലാണ്. എന്ത് വേണമെങ്കിലും ഒരു വീടിൻ്റെ മെറ്റീരിയൽസ്, വീടിനാവശ്യമുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് മേടിക്കണമെങ്കിൽ TMCയുടെ അവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ കടകളുണ്ടാവും. അവർ പറയുന്ന വിലയ്ക്ക് അവിടെ നിന്ന് മേടിക്കണം, അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കുക. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, ഈവൻ വിവാഹങ്ങളിൽ പോലും, അത് CPM ഭരണകാലത്തെ തുടങ്ങിയതാണ്. കല്യാണം നിശ്ചയങ്ങളിൽ പോലും പാർട്ടി ഇടപെടുന്ന, പാർട്ടി സംവിധാനം ഇടപെടുന്ന, പാർട്ടി നേതാക്കൾ നടത്തുന്ന ഒരു ഇടപെടലുണ്ടായിരുന്നു. അപ്പം പോലീസ് സ്റ്റേഷനൊന്നും സാധാരണക്കാർക്ക് പ്രാപ്യമേ അല്ല. അത് അവരുടെ എന്ത് കാര്യമുണ്ടെങ്കിലും പാർട്ടിയുടെ നേതാക്കളോട് പറയുക, അവർ ഡീൽ ചെയ്യും, അവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുക, അവർക്ക് വഴങ്ങേണ്ടതൊക്കെ വഴങ്ങുക. ഇതൊക്കെ ഉള്ളൊരു ശീലമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ഭരണമാറ്റം വന്നപ്പോൾ ജനങ്ങൾ ഈ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അത് അവർ വോട്ടിൽ കൂടി ഇത് കുറച്ചൊക്കെ തൃണമൂൽ മണത്തറിഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മമതയും അഭിഷേക് ബാനർജിയും ഒക്കെ വളരെ പ്രൊവോക്കേറ്റീവായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുകയും ആളുകളെ ഭീഷണിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും
കേന്ദ്ര സർക്കാരിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരിത് അട്ടിമറിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ അഭിലാഷമല്ല, ഇത് അട്ടിമറിച്ച് നേടുന്ന ജയമാണ് എന്നവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയത്. പക്ഷേ ആ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ജനങ്ങൾ പരസ്യമായിട്ട് രംഗത്ത്, അതുവരെ രഹസ്യമായിട്ട് ഇറങ്ങിയിരുന്ന ആളുകൾ പരസ്യമായിട്ട് രംഗത്തിറങ്ങി. നമ്മൾ സോഷ്യൽ മീഡിയയിലെ പല ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റി. അവർ ഈ തൃണമൂൽ നേതാക്കളുടെ കൊട്ടാര സദൃശ്യമായ വീടുകൾ അടിച്ചു തകർക്കുന്നു. ഇപ്പോൾ ബംഗാളിലെ ഒരു പിന്നെ ഹൗറയിലെ ഒരു പഞ്ചായത്തിൽ നമ്മൾ ഈ അടുത്ത ദിവസം കണ്ടതാണ്. അവിടെ സ്ത്രീകളടക്കമുള്ള ആളുകളെല്ലാം കൂടി ചേർന്ന് വളരെ കൊട്ടാര സദൃശ്യമായ ഒരു വീട്, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടാണ്. തൃണമൂൽക്കാരനായിരിക്കും, തൃണമൂൽ നേതാവായിട്ടുള്ള അയാളുടെ വീട് അടിച്ചു തകർക്കുന്നു. അയാളുടെ എസിയിലെ അത് വലിച്ച് താഴെയിട്ട് കത്തിക്കുന്നു. ഫിൽറ്റർ കാണിക്കുന്നുണ്ട്. അതിന്റെ അതുവരെ തകർക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ അതിനകത്ത് കാണുകയുണ്ടായി. അപ്പോൾ അതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ഹൗസിംഗ്, ഈ പാവങ്ങൾക്ക് കൊടുക്കേണ്ട ഹൗസിംഗ് സ്കീം ലൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്, അവർ കൊള്ളയടിച്ചു എന്നുള്ള ആരോപണത്തോട് കൂടിയിട്ടാണ്. അതുപോലെ തന്നെ TMC ഓഫീസുകൾ പലതും അവർ പൂട്ടി, നേതാക്കൾക്കെതിരെ ജനരോഷം വന്നപ്പോൾ പലരും പൂട്ടിയിട്ട് പോയി. അങ്ങനെയുള്ള പൂട്ടിയ ജനങ്ങളിൽ തന്നെ പോലീസുകാരെ വിളിച്ചു പറഞ്ഞിട്ട് അവരെ കൊണ്ട് തുറപ്പിച്ചു. അവർ പറഞ്ഞ് ഇതിനകത്ത് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു. പോലീസ് വന്ന് പരിശോധിച്ചപ്പോൾ പല ഓഫീസുകളിലും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി, ആയുധങ്ങൾ കണ്ടെത്തി. അതിനേക്കാളും വലിയ ആയുധമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് ആധാർ കാർഡുകളും വോട്ടേഴ്സ് ID കാർഡുകളും. കെട്ടുകണക്കിനാണ് ആധാർ കാർഡുകളും വോട്ടേഴ്സ് ID കാർഡുകളും ഉണ്ടായിരുന്നത്. അപ്പം അതിൽ അവിടുത്തെ ഒരു പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ യൂട്യൂബ് ചാനലുകളിൽ പറയുന്നത് കേട്ടു. ഈ പോസ്റ്റ്മാൻമാർ, അതായത് ആധാർ കാർഡ് വീടുകളിൽ എത്തിക്കാനായിട്ട് അപേക്ഷിച്ചിട്ട് കൊണ്ടുവരുന്നത് പോസ്റ്റ്മാൻമാരെ ഭീഷണിപ്പെടുത്തി പാർട്ടിക്ക് അവർ കൈക്കലാക്കി അത് അവർ കയ്യിൽ വെച്ചിട്ട് അതിനകത്ത് കൃത്രിമം നടത്തും. അവരുടെ കാർഡുകളിൽ കൃത്രിമം നടത്തി കള്ള വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അതൊരു പോസ്റ്റ്മാൻ, ഒരു പഴയ പോസ്റ്റ്മാൻ അത് പറയുന്നത് അതിനകത്തുണ്ട്. അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായിരുന്നു ബംഗാളിലെ അവസ്ഥ. അടിയന്തരാവസ്ഥ ഒന്നുമല്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ധാരാളം ആധാർ കാർഡുകൾ, വോട്ടേഴ്സ് ID കാർഡുകൾ, ഈ ജോബ് കാർഡുകൾ, തൊഴിലുറപ്പിൻ്റെ ജോബ് കാർഡുകൾ, ഇതെല്ലാം തന്നെ അവർ റെയ്ഡിൽ കണ്ടെത്തുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ഈ പിന്നെ ക്രിമിനൽ കേസുകളിലെ പ്രതികൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട പല രേഖകളും, പിന്നെ വസ്തു ഇടപാടുകൾ, ഇവരുടെ നേതൃത്വത്തിൽ നടത്തിയ വസ്തു ഇടപാടുകളുടെ രേഖകൾ, ഇതൊക്കെ ഈ പാർട്ടി ഓഫീസുകളിൽ നിന്ന് അവർ പിടിച്ചെടുക്കുകയുണ്ടായി. അത് അവിടുത്തെ ആളുകളിൽ ഒരു വലിയ ആത്മവിശ്വാസം. ഇപ്പം ജനങ്ങൾ പുറത്തിറങ്ങി പോലീസുകാരോടും പിന്നെ അവിടുത്തെ MLA-മാരോടും നേതാക്കന്മാരോടും ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുക, അവരുടെ പ്രശ്നങ്ങളും അവർ കണ്ടതും കേട്ടതും എല്ലാം വെളിപ്പെടുത്തി അതെല്ലാം പുറത്തു കൊണ്ടുവരുന്നൊരു പ്രക്രിയ, ഒരു ശുദ്ധീകരണ പ്രക്രിയ ഇപ്പം അവിടെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പർഗേഷൻ എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ അങ്ങിപ്പോൾ പറഞ്ഞതനുസരിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയാണ് തൃണമൂൽ. അതിലും ക്രൂരമായിട്ടും കൂടിയാണ് പ്രവർത്തിച്ചിരുന്നത്. കാരണം അവരുടെ അറിവില്ല, ഒരു വസ്തു വാങ്ങാൻ പറ്റില്ല, ഒരു വീട് വെക്കാൻ പറ്റില്ല, അവരോട് ആലോചിച്ചുകൊണ്ട് പാർട്ടിയാണ് അവിടെ തീരുമാനിക്കുക. അത് പിന്നെ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമാണെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും വേണ്ടി വാദിക്കുന്ന, അതിനുവേണ്ടി അതല്ല ഫാഷിസ്റ്റാണ് മോദി എന്ന് പറഞ്ഞ് ആക്രമിക്കുന്ന ആൾ കാണിക്കുന്ന ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണിപ്പോൾ അജിത് വെണ്ണിയൂർ വിവരിച്ചത്. ഇതിൽ നിന്നുള്ളൊരു മോചനം കിട്ടിയെന്നുള്ളതിൻ്റെ സന്തോഷത്തിലാണ് അഖിലേന്ത്യാ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പ്രാദേശിക പാർട്ടിയായിട്ട് മാറിയിട്ടുള്ള CPIയും അതുപോലെ തന്നെ ജനാധിപത്യം സ്ഥാപിക്കാൻ, മതേതരത്വം സ്ഥാപിക്കാൻ എന്നും പറഞ്ഞിട്ട് ആണയിട്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഈ കോൺഗ്രസ്. മറ്റൊന്ന് അവിടെ കാണുന്നത് ഈ പോലീസ് അവിടെ ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെടാതെയും FIR കൊടുക്കാതെയും കിടന്ന പരാതികൾ, നാട്ടുകാർ കൊടുത്ത പരാതികൾ, ഒരു ആക്ഷൻ എടുക്കാതിരുന്ന എല്ലാ പരാതികളും പൊടി തട്ടിയെടുക്കുകയാണ്. ഈ പലയിടത്തും സ്റ്റേഷനുകളിൽ ഇത് കാണാൻ തന്നെ ഇല്ല. അങ്ങനെയുള്ളതെല്ലാം പഴയ പരാതികൾ അവർ സ്വീകരിക്കുന്നുണ്ട്.
കേസുകളിൽ ആവശ്യമുള്ള കേസുകളിൽ പുനരന്വേഷണം നടത്തുന്നുണ്ട്. അതിനുള്ള സംവിധാനങ്ങളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അവർ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ക്രമസമാധാന രംഗത്ത് അവിടെ നടക്കുന്ന ഒരു വിപ്ലവം എന്ന് പറയാം. അതിനകത്ത് ഏറ്റവും പ്രധാനം ആയിട്ടുള്ളത് സന്ദേശ് കാലിയിലെയും ആർജി കൗർ, ഈ 2 സ്ഥലങ്ങളിലുമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വിധി നിർണ്ണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമുക്കറിയാം സന്ദേശ് കാലിയിലെ ഇരകളിൽ ഒരാൾ അവിടെ മത്സരിച്ചു, ലോക്സഭയിൽ മത്സരിച്ച് തോറ്റു, പക്ഷേ അസംബ്ലിയിൽ മത്സരിച്ച് ജയിച്ചു. അതുപോലെ ഇരയുടെ അമ്മയാണ് അല്ലേ? അല്ല, അത് സന്ദേശ് ഖാലിയിൽ ശരിക്കുള്ള വ്യക്തിമാണ്. ആർജി കാറിൽ ആ ഡോക്ടറുടെ അമ്മയാണ് മത്സരിച്ചത്. അവരും പിന്നെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു. ആ കേസുകൾ പുനരന്വേഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 IPS ഉദ്യോഗസ്ഥർ, അതിനകത്ത് ക്രിമിനൽ കേസിൽ 3 IPS ഉദ്യോഗസ്ഥരെ, കാരണം ഇതിനെ ഈ രേഖകളെല്ലാം അട്ടിമറിച്ച തെളിവുകളെല്ലാം നശിപ്പിച്ച 3 IPS ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അവർ ചുമതലപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഭീഷണി വിദ്വേഷ പ്രസംഗങ്ങൾ, മമതാ ബാനർജി, അഭിഷേക് ബാനർജി അടക്കമുള്ള നേതാക്കളുടെ വിദ്വേഷ, അതെ, അപ്പോൾ അതിനെതിരായിട്ട് അത് സംബന്ധിച്ചുള്ള കേസുകൾ അവർ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് അവിടുത്തെ ഈ അനധികൃത കെട്ടിടങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റെയിൽവേയുടെ ഭൂമി കയ്യേറിയിട്ട് ഏതാണ്ട് ഒരു 300ഓളം വീടുകൾ റെയിൽവേയുടെ ഭൂമി കൈയടക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അത് മുഴുവൻ ബുൾഡോസർ കൊണ്ടുവന്ന് ഒഴിപ്പിച്ചു. ഇപ്പോൾ അവിടുത്തെ ഇവർക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളെല്ലാം UPയിലെ ബുൾഡോസർ രാജ് ഇവിടെയും കൊണ്ടുവരുന്നു എന്നുള്ള പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഇപ്പം അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് നോട്ടീസ് കൊടുത്ത് നിയമപരമായി കോടതി ഒഴിപ്പിക്കണം എന്നാണ്. പക്ഷെ അത് സുവേന്ദു അതിന് തയ്യാറല്ല. അവർ പറയുന്നത് നിങ്ങളുടെ കയ്യേറി വയ്ക്കുന്ന ഭൂമിക്ക് നമ്മൾ നോട്ടീസ് കൊടുത്ത് ഒഴിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിയമപരമായിട്ട് അവർക്ക് യാതൊരു റൈറ്റും ഇല്ലാത്ത ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് സമയം കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് രേഖയുണ്ടെങ്കിൽ കൊണ്ടുവരാനായിട്ട് സമയം കൊടുത്ത് 48 മണിക്കൂർ അവർ അനുവദിച്ചിട്ടുണ്ട്. രേഖയില്ലാത്തതിന് നോട്ടീസ് കൊടുക്കുന്ന 48 മണിക്കൂറിനുള്ളിൽ രേഖ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, ഒരു രേഖയും ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഒഴിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റോഡ് കയ്യേറിയുള്ള അനധികൃതമായിട്ടുള്ള എൻക്രോച്ചസ്, അതായത് കടകൾ നിർമ്മിക്കുക, പിന്നെ ഈ റോഡിലെ നിസ്കാരം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ധാരാളം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് കഴിഞ്ഞ ദിവസം അധികാരമേറ്റ VD സതീശനും അനുകരിക്കാവുന്ന മാതൃകകൾ. ഇങ്ങനൊരു റെയ്ഡ് നടത്തിയാൽ എത്ര അനധികൃത ഭൂമി, കയ്യേറിയ പുറംപോക്കുകൾ, ഇതൊക്കെ ഗവൺമെൻറ്റിന് കിട്ടും, ഗവൺമെൻറ്റിൻ്റെ റവന്യൂവിലേക്ക് കിട്ടും, ഇത് വരുമാനത്തിലേക്ക് സഹായിക്കും. ഇതിൻ്റെ ഈ നടപടികളിലുണ്ടാകുന്ന ഫലമല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞത്. ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു ആത്മവിശ്വാസം, ഒരു ആത്മാഭിമാനം വീണ്ടെടുക്കാനൊരു അവസരമാണിത്. അവർക്ക് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അവരുടെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അവരുടെ അവകാശങ്ങൾ, ലിവിങ് വിത്ത് ഡിഗ്നിറ്റി എന്നുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രമാണം തന്നെ അവിടെ നടപ്പായിക്കോട്ടെ, അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അവകാശങ്ങൾ ഇവ സ്ഥാപിച്ച് എടുത്ത് അവർക്ക് സ്വൈരമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു സ്വൈര ജീവിതം വേണം എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. സമാധാനം വേണം, ജീവനും സ്വത്തിനും സംരക്ഷണം വേണം. ഇതിപ്പോൾ അവിടെ നടപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എതിർക്കുന്നില്ല. പരസ്യമായിട്ട് പറയാൻ പ്രയാസമുണ്ടെങ്കിലും അവരെ അനുകൂലിക്കുന്നു. ചിലയിടത്തൊക്കെ അവർ പരസ്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള നടപടികൾ എടുക്കണം, പക്ഷേ എടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ള ചില സജഷൻസ് ആയിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തൃണമൂൽ അവിടെ നിന്ന് പിന്നെ ഗ്രാസ് റൂട്ട്സ് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ, അതിൻ്റെ വേരുകൾ അറുത്താൽ മാത്രമേ അവർക്ക് അവിടെ പ്രവർത്തന സ്വാതന്ത്ര്യമുള്ളൂ, ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അത് കഴിയുമ്പോൾ ഇന്ത്യ മുന്നണിയായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ അവർക്ക് മത്സരിക്കാനുള്ളൊരു അവസരം ഉണ്ടാകും. അപ്പോൾ തൃണമൂൽ തന്നെയാണ് അവരുടെ പ്രധാന ശത്രുവെന്ന് മറ്റു പാർട്ടികളും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പരസ്യമായിട്ട് സമ്മതിക്കാൻ അവർക്ക് മടിയുണ്ട്. BJP കൊണ്ടുവന്ന ഈ മാറ്റത്തിൽ അത് ആസ്വദിക്കുകയും അതിൽ തഴച്ചു വളരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അതുപോലെ തന്നെ കോൺഗ്രസ്, മറ്റ് ഫോർവേഡ് ബ്ലോക്ക്, അങ്ങനെയുള്ള കക്ഷികളെല്ലാം എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രത്യേകത. ഇവിടെ സമയം അവസാനിക്കുന്നുണ്ട്. അവസാനം മാത്രമല്ല അവിടുത്തെ മാധ്യമങ്ങളും പാടെ മാറിയിട്ടുണ്ട്. ഇപ്പം അനുകൂലമായിട്ട് ഒരു കാലത്ത് പിന്നെ തൃണമൂലിനെയും
മമതയും വാഴ്ത്തിക്കൊണ്ടിരുന്ന പത്രങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ ന്യൂട്രൽ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ BJP അനുകൂലം ലൈൻ മാറിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വലിയൊരു മാറ്റമാണ് ഇപ്പോൾ അത് സർക്കാരിൻ്റെ മനോഭാവത്തിലും. സർക്കാർ 15 കൊല്ലമായിട്ട് തൃണമൂലിനെ എതിർത്തിരുന്ന പാർട്ടികൾക്ക് നിഷേധിച്ചിരുന്ന പരസ്യങ്ങൾ ഗവൺമെന്റ് അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുപോലൊരു നടപടി രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും മാധ്യമങ്ങളും ഒരു ന്യൂട്രലിലേക്ക് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ചും ദേശീയ മാധ്യമങ്ങൾ. അതായത് മാധ്യമ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ജനങ്ങൾക്കുള്ള ജനാധിപത്യവും ഒക്കെ പുനഃസ്ഥാപിച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയിലാണിപ്പോൾ ബംഗാൾ എന്ന് നമുക്ക് ചുരുക്കി ഉപസംഹരിക്കാം.